ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത്. കേരള PSCയുടെ കീഴിൽ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നു. ഡീറ്റെയിൽസ് നോക്കാം. മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് വേണ്ടി കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. കേരള PSCയുടെ കാറ്റഗറി നമ്പർ 427/2024 നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് 31,109 രൂപ മുതൽ 66,800 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 28 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1996 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. OBC, SC, ST എന്നീ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് അനുവദിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത +2 ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ ഹെവി, ലൈറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കേണ്ടതാണ്. പോലീസിലേക്കുള്ള ശാരീരിക യോഗ്യത പുരുഷന്മാർക്ക് 168 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരമാണ് വേണ്ടത്. ഇതിനോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് 81 സെൻറ്റിമീറ്റർ നെഞ്ചളവും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരോഗ്യവാനും മുട്ട്, തട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, കേൾവിയിലും സംസാരത്തിലും കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഇല്ലാത്ത ആളുകളായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാം. 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ജനുവരി 1 മുൻപേ അപേക്ഷിക്കേണ്ടതാണ്. കേരള പോലീസിൻ്റെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഇത്തരത്തിലുള്ള ജോബ് ന്യൂസുകൾ ഇനിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്